ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള സൂക്ഷ്മ വിശകലനങ്ങളിലൂടെ ശ്രദ്ധേയനായ മാർസലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ സ്ഥാപകൻ സൗരവ് മുഖർജി രാജ്യത്തെ തൊഴിൽ വിപണിയെക്കുറിച്ചിട്ടുള്ള ചില ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ക്രിസ്മസ് കാലത്തോടെ ഏകദേശം 20 ദശലക്ഷം, അതായത് 2 കോടി ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും രാജ്യം ഒരു വലിയ മധ്യവർഗ തൊഴിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. സാമ്പത്തിക മാന്ദ്യം മാത്രമല്ല, ആഗോള വ്യാപാര പ്രതിസന്ധികളും നിർമ്മിത ബുദ്ധിയുടെ അതിവേഗത്തിലുള്ള കടന്നുവരവുമാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരെയും പ്രത്യേകിച്ച് വൈറ്റ് കോളർ ജോലിക്കാരെയും കാത്തിരിക്കുന്ന ഈ വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ നൽകിയിരുന്ന IT, ബാങ്കിംഗ്, മീഡിയ തുടങ്ങിയ മേഖലകളിലെ തൊഴിലവസരത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കുമെന്നാണ് സൗരവ് മുഖർജി പ്രവചിച്ചിരിക്കുന്നത്. സ്ഥിരമായ ജോലി എന്ന പരമ്പരാഗത സങ്കല്പം ഈ മേഖലകളിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാവുകയും പകരം ഗിഗ് ജോബ് ഇക്കോസിസ്റ്റം എന്ന പുതിയ സിസ്റ്റം ശക്തമാവുകയും ചെയ്യും. ഒരു ഗിഗ് ജോലി എന്നാൽ ഒരു നിശ്ചിത സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയോ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന രീതിയാണ്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ, ഫുഡ് ഡെലിവറി ഏജന്റുമാർ തുടങ്ങിയവർ ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. എന്നാൽ മുഖർജി മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രവണത ഇനി വൈറ്റ് കോളർ ജോലികളിലേക്കും അതിവേഗം വ്യാപിക്കുമെന്നാണ്. സ്ഥിരം ജീവനക്കാരെ ആശ്രയിക്കുന്നതിന് പകരം ആവശ്യാനുസരണം വിദഗ്ധരായ ഫ്രീലാൻസർമാരെയും കൺസൾട്ടന്റുമാരെയും ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ IT പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് IT മേഖല മാറും. സമാനമായി ബാങ്കിംഗ്, ഫിനാൻസ് രംഗത്തും ഡാറ്റ എൻട്രി, അടിസ്ഥാന വിശകലനം പോലെയുള്ള ജോലികൾക്ക് സ്ഥിരം ജീവനക്കാർക്ക് പകരം കുറഞ്ഞ കാലയളവിലേക്ക് കരാറുകൾ നൽകുന്ന രീതി അവലംബിക്കും. അതേസമയം മാധ്യമ മേഖലയിൽ റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ ജോലികൾക്കായി സ്ഥാപനങ്ങൾ ഫ്രീലാൻസ് പ്ലാറ്റ്ഫോമുകളെ കൂടുതലായി ആശ്രയിക്കും. ചുരുക്കത്തിൽ ഈ പ്രധാന മേഖലകളിലെല്ലാം സ്ഥിരം ജോലി എന്ന ആശയം മാറി കരാർ അധിഷ്ഠിത ഗിഗ് ജോബ് രീതി കൂടുതൽ പ്രചാരത്തിലാകും. ഇത്തരം മാറ്റങ്ങൾ കമ്പനികൾക്ക് ചെലവ് കുറയ്ക്കാനും കൂടുതൽ വഴക്കത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുമെങ്കിലും ലക്ഷക്കണക്കിന് മധ്യവർഗ കുടുംബങ്ങൾക്ക് ജോലി സുരക്ഷിതത്വം, ആരോഗ്യ ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നഷ്ടമാവുകയും അവരുടെ വരുമാനം അസ്ഥിരമാവുകയും ചെയ്യും. ഈ മാറ്റത്തിൻ്റെ യഥാർത്ഥ ആഘാതം അടുത്ത 2-3 വർഷത്തിനുള്ളിൽ മാത്രമേ ഇന്ത്യക്കാർക്ക് പൂർണ്ണമായി മനസ്സിലാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാറ്റങ്ങൾക്ക് മുഖ്യ കാരണം സാങ്കേതിക വിദ്യയുടെ വിപ്ലവമാണ്, പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയുടെ. കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും വേണ്ടി കമ്പനികൾ AI സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യൻ്റെ ആവശ്യകത കുറയും. ഓട്ടോമേഷനും AIയും കാരണം വിവിധ മേഖലകളിലെ ജോലിയുടെ സ്വഭാവത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AIക്ക് എളുപ്പത്തിൽ ചെയ്യാനാകും. ഒരു ബാങ്കിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഒരു കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കോഡിംഗ് ചെയ്യുന്ന IT പ്രൊഫഷണൽ എന്നിവരുടെ എല്ലാം ജോലിയെ AI നേരിട്ട് ബാധിക്കും. ഇതുകൂടാതെ പരസ്യമേഖലയിലും AI വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഡലുകൾ, ഗ്രാഫിക് ഡിസൈനുകൾ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയെല്ലാം ഇപ്പോൾ AI ടൂളുകൾ ഉപയോഗിച്ച് അതിവേഗം നിർമ്മിക്കാൻ സാധിക്കും. ഇത് പരസ്യലോകത്തെ ഡിസൈനർമാർ, ഫോട്ടോഗ്രാഫർമാർ, ജൂനിയർ ആർട്ട് ഡയറക്ടർമാർ എന്നിവരുൾപ്പെടെയുള്ള നിരവധി പേരുടെ ജോലിക്ക് ഭീഷണിയാകുകയും ചെയ്യും. ഈ മേഖലയിലെ ജീവനക്കാർ വൈകാതെ കടുത്ത തൊഴിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ. ഒരു കമ്പനി 100 പേരെ ഉപയോഗിച്ച് ചെയ്തിരുന്ന ജോലി AI ടൂളുകളുടെ സഹായത്തോടെ 10 പേരെ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കുമ്പോൾ ബാക്കിയാവുന്ന 90 പേർക്ക് പുതിയ തൊഴിൽ കണ്ടെത്തേണ്ടി വരും. ഉയർന്ന ശമ്പളമുള്ള വൈറ്റ് കോളർ ജോലികളിൽ നിന്ന് കുറഞ്ഞ വേതനമുള്ള ഗിഗ് ജോലികളിലേക്കുള്ള ഈ മാറ്റം മധ്യവർഗത്തിൻ്റെ ജീവിത നിലവാരത്തെ സാരമായി ബാധിക്കും. ആഭ്യന്തര ഘടകങ്ങൾക്ക് പുറമെ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക പ്രതിസന്ധികളും ഇന്ത്യയുടെ തൊഴിൽ വിപണിക്ക് ഭീഷണിയാകുന്നുണ്ട്. പ്രധാനമായും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങളിലെ തർക്കങ്ങളാണ് മുഖർജി എടുത്തു പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ ഇറക്കുമതി ചുങ്കം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ വലിയൊരു വിഭാഗം ജോലികൾ അപകടത്തിലാകുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ വിപണിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഇന്ത്യൻ കയറ്റുമതി മേഖല ഇതിൻ്റെ പ്രധാന ഇരയാകും. ഇന്ത്യൻ കയറ്റുമതി മേഖലയുടെ സുപ്രധാന ഘടകങ്ങളായ ടെക്സ്റ്റൈൽസ്, തുകലുൽപ്പന്നങ്ങൾ, രത്നങ്ങളും ആഭരണങ്ങളും, ഔഷധങ്ങൾ, IT സേവനങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണി നിർണായകമാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കൻ വിപണിയിൽ വർദ്ധിക്കുകയും അത് ഉപയോക്താക്കൾക്കിടയിലെ വിൽപ്പന കുറയാൻ കാരണമാവുകയും ചെയ്യും. കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നതോടെ കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരികയും അതിൻ്റെ ഫലമായി തൊഴിൽ നഷ്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. നിലവിലെ വ്യാപാര പ്രതിസന്ധി ഇതേ രീതിയിൽ തുടർന്നാൽ വരുന്ന ക്രിസ്മസ് കാലത്തോടെ ഏകദേശം 2 കോടി ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടാമെന്ന സൗരവ് മുഖർജിയുടെ മുന്നറിയിപ്പിന്റെ പ്രധാന കാരണം ഈ കയറ്റുമതി മേഖല നേരിടുന്ന പ്രതിസന്ധിയാണ്. കയറ്റുമതിയിലൂടെ പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളെ ഈ വ്യാപാര നയങ്ങളിലൂടെ ശിക്ഷിക്കുന്നത് ഖേദകരമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
സൗരവ് മുഖർജി ഈ പ്രതിസന്ധിയെ ഹൃദയഭേദകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് കേവലം കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം മാത്രമല്ല, ഒരു വർഷം 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ മാത്രം സമ്പാദിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയാണ്. ഈ വരുമാന പരിധിയിലുള്ളവരാണ് രാജ്യത്തെ മധ്യവർഗത്തിന്റെ അടിത്തറ. മധ്യവർഗ പ്രതിസന്ധി, അതായത് മിഡിൽ ക്ലാസ് ക്രൈസിസ്, പല തലങ്ങളിലാണ് സമൂഹത്തെ ബാധിക്കുന്നത്. പ്രധാനമായും വീട്, കാർ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കായി വായ്പാ ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുള്ള ഈ വിഭാഗക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയോ വരുമാനം കുറയുകയോ ചെയ്താൽ അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ഇതവരെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യും. ഇതിനു പുറമെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കാൻ സാധിക്കാതെ വരുന്നത് അവരുടെ ഭാവി അവസരങ്ങളെ ഇല്ലാതാക്കുകയും തൽഫലമായി സമൂഹത്തിൽ സാമൂഹിക അസമത്വം വർദ്ധിക്കുകയും ചെയ്യും. വരുമാനം കുറയുന്നതോടെ ജനങ്ങളുടെ കൺസംഷൻ കപ്പാസിറ്റി ഗണ്യമായി കുറയുന്നു. ഇത് ആഭ്യന്തര വിപണിയെ പ്രതികൂലമായി ബാധിക്കുകയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതിനാൽ ഈ പ്രശ്നത്തിന് അടിയന്തരവും സമഗ്രവുമായ പരിഹാരം ആവശ്യമാണ്. ഈ ഗുരുതര പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി US പ്രസിഡന്റ് ട്രംപുമായി ചേർന്ന് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് സൗരവ് മുഖർജി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം. സുസ്ഥിരമായ വ്യാപാര ബന്ധം ഉറപ്പാക്കുന്നതിലൂടെ കയറ്റുമതി മേഖലയിലെ തൊഴിൽ നഷ്ടം തടയാനും രാജ്യത്തെ സാമ്പത്തിക നില ഭദ്രമാക്കാനും സാധിക്കും. AI കടന്നുവരവ് അനിവാര്യമായ ഒരു ലോകത്ത് ഈ വെല്ലുവിളിയെ അവസരമായി കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ യുവജനതയ്ക്ക് ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യ വൈദഗ്ധ്യം നൽകുക, പുതിയ ഗിഗ് ഇക്കോണമിക്ക് അനുസൃതമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നിവയും സർക്കാരിൻ്റെയും വ്യവസായികളുടെയും മുന്നിലുള്ള പ്രധാന കടമകളാണ്. അല്ലാത്തപക്ഷം സ്ഥിരതയുള്ള വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 2 കോടി ഇന്ത്യക്കാരുടെ ജീവിതം കഠിനമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എടുത്തെറിയപ്പെടും.